നമ്മൾ 8ാം ക്ലാസ്സിന്റെ ബേസിക് സയൻസിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കോശങ്ങളെ കുറിച്ചും മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പ് എന്താണെന്ന് പഠിച്ചാലോ. നമുക്ക് പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഐ പീസ്, നോബുകള്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേറ്റും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. ഏതൊക്കെയാണ്? ഐ പീസ്, നോബുകള്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ. അതിൽ ഇനി അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മൈക്രോസ്കോപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം എന്താണ് പഠിക്കേണ്ടത്? മൈക്രോസ്കോപ്പ് എന്താണെന്ന്. ദ മൈക്രോസ്കോപ്പ് ദാറ്റ് യൂട്ടിലൈസ് മോർ ദാൻ വൺ ലെൻസ് ഓഫ് വ്യൂയിങ് ഒബ്ജക്റ്റ്. എന്താണ്? ദ മൈക്രോസ്കോപ്പ് ദാറ്റ് യൂട്ടിലൈസ് മോർ ദാൻ വൺ ലെൻസ് ഫോർ വ്യൂയിങ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വസ്തുക്കളെ കാണുന്നതിനും ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ കാണുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്? വസ്തുക്കളെ കാണുന്നതിന് ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. ഒരു വസ്തുക്കളെ കാണുന്നതിന് എന്ത് ചെയ്യുന്നു? ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഐ പീസ്, ഒബ്ജക്റ്റ്, സ്റ്റേറ്റും ക്ലിപ്പും, മിറർ, കണ്ടൻസർ. ഇതാണ് പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ. ഇനി ഐ പീസ്. എന്താണ് ഐ പീസ് നോക്കാം. ഐ പീസ് ഫോർ ഒബ്സർവിംഗ് ഇത് സ്പേസ്മെൻ. എന്താണ്? നിരീക്ഷണ വസ്തുക്കൾ നോക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയുന്നത്. എന്താണ്? നിരീക്ഷണ വസ്തുക്കൾ നോക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വസ്തുവിനെ നിരീക്ഷിക്കുന്ന ഭാഗമാണ് ഐ പീസ്. ഇനി ഒബ്ജക്റ്റീവ്. എന്താണ് ഒബ്ജക്റ്റീവ്? എനേബിൾ ടു സൂം ഇൻ ടു ദ സ്പേസ്മെൻ. എന്താണ്? അതായത് ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റേജും ക്ലിപ്പും. എന്താണ് സ്റ്റേജും ക്ലിപ്പും? എന്താണ് സ്റ്റേജും ക്ലിപ്പും? ടു ഹോൾഡ് ദ ഗ്ലാസ് സ്ലൈഡ് ഇൻ ദ പ്ലേസ്. എന്താണ്? നിരീക്ഷണ വസ്തുക്കൾ നിരീക്ഷണത്തിനായി വെക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേജും ക്ലിപ്പും. അതായത് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തെ നിരീക്ഷണം നമ്മൾ ആദ്യം എവിടെയാണ് വെക്കുന്നത്? ഈ സ്റ്റേജും ക്ലിപ്പും എന്നുള്ളൊരു പാർട്ടിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്റ്റേജും ക്ലിപ്പും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഹോൾഡ് ദ ഗ്ലാസ് സ്ലൈഡ് ഇൻ ദ പ്ലേസ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് എന്ത്? മിറർ. എന്താണ്? മിറർ വെളിച്ചത്തെ പ്രതിഫലിക്കുവാനും വെളിച്ചം സ്റ്റേജിലേക്ക് കടത്തിവിടാനും സഹായിക്കുന്നു. എന്താണ് മിററിന്റെ ധർമ്മം? ടു റിഫ്ലക്ട് ദ ലൈറ്റ് ടു ദ സ്റ്റേജ്. അതായത് വെളിച്ചത്തെ എങ്ങോട്ട് കടത്തിവിടാനാ? വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുവാനും അതുപോലെ തന്നെ വെളിച്ചം സ്റ്റേജിലേക്ക് കടത്തിവിടാനും സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മിറർ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ടുള്ളത് എന്താണ്? കണ്ടൻസർ. എന്താണ് കണ്ടൻസർ? കണ്ടൻസർ ടു ദ ഫോക്കസ് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ ദ മിറർ ഇൻ ടു ദ സ്റ്റേജ്. എന്താണ്? ഫോക്കസ് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ ദ മിറർ ഓൺ ടു ദ സ്റ്റേജ്. എന്താണ്? പ്രകാശം സ്റ്റേജിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത്. അതായത് ലൈറ്റ് നമുക്ക് സ്റ്റേജിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന എന്താണ്? നമുക്ക് കണ്ടൻസർ ആണ്. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട 6 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, സ്റ്റേജും ക്ലിപ്പും ഉണ്ട്, മിറർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം മൈക്രോസ്കോപ്പിന്റെ ധർമ്മത്തെക്കുറിച്ച്. വസ്തുക്കളെ കാണുന്നതിന് ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ്? വസ്തുക്കളെ കാണുന്നതിന് ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പ് എന്തിനാണെന്ന് കിട്ടി. ഇനി മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ്? നമുക്ക് പ്രധാനമായിട്ടും സൂക്ഷ്മമായിട്ടുള്ള പല കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സയൻസ് ഫോർ ദ സർവൈവൽ അഥവാ ശാസ്ത്രത്തിന്റെ അതിജീവനം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പിന്റെ ഒരു പ്രയോജനത്തെ പറ്റി നോക്കാം. It was the invention of the microscope that enabled us observe and study. എന്താണ്? സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും നമ്മെ പ്രാപ്തനാക്കിയ മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലാണ്. അതായത് നമുക്ക് പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പ് നമുക്ക് ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് കൊണ്ടുള്ള പ്രയോജനം എന്ന് നമുക്ക് വന്നറിയണമല്ലോ. അപ്പം ഇനി മൈക്രോസ്കോപ്പ് കൊണ്ടുള്ള പ്രയോജനം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഒന്നാമത് എന്താണ് പറയുന്നത്? It was the invention of the microscope that enabled us to observe and study. എന്താണ്? സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും നമ്മളെ പ്രാപ്തനാക്കിയത് മൈക്രോസ്കോപ്പാണ്. എന്താണ് ചെയ്യുന്നത്? സൂക്ഷ്മജീവികളെ പറ്റി പഠിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും രോഗാണുക്കളെ മനസ്സിലാക്കുവാനും നമ്മളെ ഹെൽപ്പ് ചെയ്ത് എന്താണ്
മൈക്രോസ്കോപ്പാണ്. ഇനി ദീസ് ബ്രോട്ട് എബൌട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. എന്താണ്? ചികിത്സാ രംഗത്ത് ഇതുവരെയുള്ള മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ചികിത്സാ രംഗത്ത് വലിയൊരു മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിച്ചു? മൈക്രോസ്കോപ്പിന്റെ വരവിലൂടെ സാധിച്ചു. സച്ച് ഇൻസ്ട്രുമെന്റ് എനേബിൾ അസ് ദ ഓവർകം ദ. എന്താണ്? നമുക്ക് ചികിത്സയിൽ ഇത് വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇനി ഇലൂമിനേഷൻസ് ഓഫ് ദ വിഷൻ ആൻഡ് ബ്രിങ് ദ ഡിസീസസ് ദാറ്റ് ദ വേൾഡ് ഡ്രേഡഡ് അണ്ടർ കൺട്രോൾ. എന്താണ്? ഒരു കാലത്ത് ലോകത്തെ ഭീതിയിലാഴ്ത്തിയിരുന്ന രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതായത് നമ്മൾ പണ്ട് കാലത്ത് എന്ത് ചെയ്തു? നമുക്ക് പോലും അറിയാൻ സാധിക്കാത്ത അസുഖങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ കണ്ടെത്താനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ വരവോടെ നമുക്ക് സാധിച്ചു. അങ്ങനെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമുക്ക് മൈക്രോസ്കോപ്പ് കൊണ്ട് പ്രയോജനമുണ്ടായത്. ഒന്നാമതായിട്ട് എന്താണ്? സൂക്ഷ്മജീവികളായിട്ടുള്ള രോഗാണുക്കളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. രണ്ടാമത് എന്താണ്? ചികിത്സാ രംഗത്ത് ഇതിന്റെ വരവോടുകൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെന്താണ്? ഒരു കാലത്ത് വളരെ ഭീമാകാരമായിട്ടുള്ള രോഗാണുക്കളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ലോകത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളെ വഴി ഒരുക്കിയത് മൈക്രോസ്കോപ്പാണ്. ഓക്കെ, അപ്പം ഈ മൈക്രോസ്കോപ്പിന്റെ വരവോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ മൈക്രോസ്കോപ്പ് കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നതാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അപ്പൊ ഈ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ പെടുന്ന ഒന്നാണ് എന്ത്? കോശങ്ങൾ, അല്ലെ? കോശങ്ങൾ അല്ലെങ്കിൽ ഈ കോശങ്ങളെ കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച ചെറിയ ചെറിയ കണികളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരെ പറ്റി നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് റോബർട്ട് ഹുക്ക്. ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കിന്റെ എന്താണ് റോബർട്ട് ഹുക്ക്? റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഒബ്സർവ് ദ സെൽ യൂസിങ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശത്തെ നിരീക്ഷിച്ച ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ഒബ്സർവ് ദ സെൽ യൂസിങ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് സെല്ലിനെ നിരീക്ഷിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള്. പിന്നെ ഹി ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് കോക്ക് ആൻഡ് ഒബ്സർവ് ദ ചാമ്പേഴ്സ് വിച്ച് ഹി കോൾഡ് സെൽസ്. അങ്ങനെ കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട കുഞ്ഞു അറകളെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? സെല്ലെന്ന് വിളിച്ചു. അദ്ദേഹം ചെയ്യുന്ന കോർക്കിന്റെ ആ ഛേദഭാഗം എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയ കുഞ്ഞറകളെ അദ്ദേഹം വിളിച്ച എന്താണ്? അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? സെല്ല്. അപ്പം സെല്ലെന്ന് ഇത് ആദ്യമായിട്ട് വിളിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ദെൻ the way for the study cell called biology. ഓക്കെ, എന്താണ്? ഈ കോശം അല്ലെങ്കിൽ ഈ കുഞ്ഞറകളെ അദ്ദേഹം വിളിച്ചു. ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്? കോശ പഠനം അഥവാ ബയോളജി എന്ന് പറയുന്നത്. എന്താണ്? ഈ കോശത്തെ പറ്റിയിട്ട് പഠിക്കുന്ന ആ ഒരു സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? കോശ പഠനം എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് കോശവിജ്ഞാനീയം എന്നറിയപ്പെടുന്നു. എന്താണ്? കോശവിജ്ഞാനീയം എന്നറിയപ്പെടുന്നു. ഇതിന് അടിത്തറ പാകിയ കണ്ടെത്തലുകൾ നടന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ദ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെന്റ് വേർ ഡ്യൂറിംഗ് ദ മിഡിൽ 19th സെഞ്ചുറിയിൽ. പ്രധാനമായിട്ടും 19th സെഞ്ചുറിയിലാണ് എന്ത് നടക്കുന്നത്? ഇതിന്റെ കണ്ടെത്തലുകൾ നടക്കുന്നത്. അപ്പൊ റോബർട്ട് ഹുക്കിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ആരാണ് റോബർട്ട് ഹുക്ക്? റോബർട്ട് ഹുക്ക് ലളിതമായിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് സെല്ലിനെ നിരീക്ഷിച്ച ആളാണ് ആര്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ഒബ്സർവ് എ സെൽ using the simple microscope. He observed the section of cork, observed chambers which he called cells. അദ്ദേഹം നിരീക്ഷിച്ച ആ ഒരു ഭാഗത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണ്? അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ കണ്ട ഭാഗത്തിന് അദ്ദേഹം കൊടുത്ത പേരാണിത് സെല്ല്. ഇനി ഈ സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പഠനശാഖയുടെ പേരെന്താണ്? കോശ പഠനം അല്ലെങ്കിൽ എന്താണ്? കോശ വിജ്ഞാനീയം. ഓക്കെ, ബയോളജി എന്ന് നമ്മൾ സെൽ ബയോളജി എന്നറിയപ്പെടുന്നു. അപ്പൊ സെല്ലിനെ കുറിച്ചുള്ള ഈ സ്റ്റഡിക്ക് പറയുന്ന പേരെന്താണ്? സെൽ ബയോളജി. അങ്ങനെ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ ഏത് സെഞ്ചുറിയിലാണ് ആരംഭിച്ചത്? സ്റ്റാർട്ടിങ് ഫ്രം 19th സെഞ്ചുറി. 19th സെഞ്ചുറിയിലാണ് അദ്ദേഹം ഈ പഠനം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കോശവിജ്ഞാന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന് പറയുന്ന കുറെ അധികം സയന്റിസ്റ്റുകൾ നമുക്കുണ്ട്. അതിൽ മറ്റൊരാളാണ് ആര്? റോബർട്ട് ബ്രൗൺ. ആരാണ്? റോബർട്ട് ബ്രൗൺ. ഇതുപോലെ മൈക്രോസ്കോപ്പിന്റെ കണ്ടെത്തലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മൈക്രോസ്കോപ്പിന്റെ കണ്ടെത്തലുകളും അതിലുള്ള തിയറികളിലും കൂടുതൽ കോശങ്ങളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ സയന്റിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മൾ പഠിച്ചു. ആരാണ്? റോബർട്ട് ഹുക്ക്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ആരാണ്? റോബർട്ട് ബ്രൗൺ. ആരാണ് റോബർട്ട് ബ്രൗൺ? ഡിസ്കവർഡ് ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് കോൾ ഇറ്റ്
ന്യൂക്ലിയസ്. അദ്ദേഹം എന്താണ് ചെയ്തത്? റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? കോശ കേന്ദ്രം കണ്ടെത്തി. കോശത്തിനൊരു കേന്ദ്രമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. നമ്മുടെ കോശത്തിനൊരു കേന്ദ്രമുണ്ട്, ആ കോശത്തിന്റെ കേന്ദ്രം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. അതിന് അദ്ദേഹം കൊടുത്ത പേരെന്താണ്? ന്യൂക്ലിയസ്. അദ്ദേഹം കൊടുത്ത പേരാണെന്ത്? ന്യൂക്ലിയസ്. The cell and called it nucleus. Discover the center of the cell. The center of the cell is called nucleus. സെല്ലിന്റെ ഉള്ളിൽ അല്ലെ സെല്ലിന്റെ സെന്ററിലുള്ള ആ ഒരു പോയിന്റ് അദ്ദേഹം എന്ത് പേരിട്ടു? ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. സെന്റർ ഓഫ് ദ സെൽ അറിയപ്പെടുന്ന എന്താണ്? ന്യൂക്ലിയസ്. ആരാണ് ഇത് കണ്ടെത്തിയത്? റോബർട്ട് ബ്രൗൺ. അടുത്തായിട്ടുള്ളതാണ് ആര്? MJ Schleiden. ആരാണ് MJ Schleiden? MJ Schleiden found out that the body of the plant is made up of cells. എന്താണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ Schleiden ആണ്. MJ Schleiden എന്താ കണ്ടുപിടിച്ചത്? ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മേഡ് അപ്പ് സെൽസ്. ആരുടെ ബോഡിയാണ്? മൃഗങ്ങളുടെ ബോഡിയാണോ? അല്ല, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? MJ Schleiden. MJ Schleiden എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരാളാണ് ആര്? തിയോഡർ ഷാൻ. ആരാണ് തിയോഡർ ഷാൻ? തിയോഡർ ഷാൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദി ബോഡി ആൻഡ് ആനിമൽ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ല്. തിയോഡർ ഷാൻ എന്താണ് പറഞ്ഞത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? MJ Schleiden. എന്നാൽ ജന്തുക്കളുടെ കോശം അല്ലെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞത് ആരാണ്? തിയോഡർ ഷ്വാൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ആനിമൽ ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. ഓക്കെ, ഇനി അപ്പം MJ Schleidenനെ മനസ്സിലായി. ഇനി തിയോഡർ ഷാനെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളതാണ് അത് റുഡോൾഫ് വിഷോ. ആരാണ് റുഡോൾഫ് വിഷോ? Rudolf Virchow observed the dividing cells and the inferred that new cells arise only from the existing cells. എന്താണ്? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചു. വിഭജിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയ ആളാണ് ആര്? റുഡോൾഫ്. ആരാണ്? റുഡോൾഫ് എന്താണ് പറയുന്നത്? ഒബ്സർവ് ഡിവൈഡിങ് സെൽ ഇൻ ഇൻഫേർഡ് that new cells arise only from the existing. ഒരു എക്സിസ്റ്റ് സെല്ലിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുന്നത്? പുതിയൊരു സെല്ല് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ത്? പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയ ആളാണ് ആര്? റുഡോൾഫ് വിർഷോ. ആരാണ്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ 6 സയന്റിസ്റ്റുകളുടെ പേര് പഠിച്ചു, 6 സയന്റിസ്റ്റുകളുടെ സംഭാവന പഠിച്ചു. ആദ്യം പഠിച്ച ആരാണ്? റോബർട്ട് ഹുക്കിനെ പറ്റി പഠിച്ചു. ആരാണ് റോബർട്ട് ഹുക്ക്? ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തിയ ആളാണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക്കൂടെ, സിമ്പിൾ മൈക്രോസ്കോപ്പിക്കൂടെ പരീക്ഷിച്ചപ്പോഴത്തേനും ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തിയ ആളാണ് റോബർട്ട് ഹുക്ക്. അതിനുശേഷം ആരാണ്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്താ കണ്ടുപിടിച്ചത്? നമുക്കൊരു സെല്ല്, ആ സെല്ലിനകത്ത് ആ സെല്ലിന്റെ സെൻട്രൽ ഭാഗം എന്ത് പേര് അറിയപ്പെടുന്നു പറഞ്ഞു? ന്യൂക്ലിയസ് എന്ന് പേര് വിട്ടു. അതിന് സെന്റർ ഉണ്ടെന്നും കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ റോബർട്ട് ബ്രൗൺ ആണ്. Then അടുത്താണ് MJ Schleiden. Who is MJ Schleiden? Found out that the body of plant is made of cells. എന്താണ്? അതായത് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ ശരീരം കോശം കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആരാണ്? MJ Schleiden ആണ്. Then തിയോഡർ ഷാൻ. ആരാണ് തിയോഡർ ഷാൻ? Found that the body of animals is made up of cells. Found that എന്താ കണ്ടുപിടിച്ചത് അദ്ദേഹം? അതായത് ആനിമൽ ബോഡി എന്തിനാൽ നിർമ്മിതമാണ്? മേഡ് അപ്പ് ഓഫ് സെൽസ്. ആനിമൽ ജന്തുക്കളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ദെൻ അതിനുശേഷമാണ് നമ്മൾ പഠിച്ചത് എന്ത്? റുഡോൾഫ് വിർഷോ. ആരാണ് റുഡോൾഫ് വിർഷോ? അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഒരു എക്സിസ്റ്റ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് മാത്രമാണ് എന്ത്? ഒരു പുതിയ ഒരു സെല്ല് ഉണ്ടാകുന്നെന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഓക്കെ, ഫ്രം എക്സിസ്റ്റ് സെല്ല് എ ന്യൂ സെൽ എറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റ് സെൽ. എന്താണ്? പഴയ അല്ലെങ്കിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? പുതിയൊരു കോശം ഉണ്ടാകത്തുള്ളൂ എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്.